ഈ അപ്പം എന്തെങ്കിലും റെഡി ആവുമോ? പ്രത്യേകതരം അപ്പമാണ് ഗൈസ്. ഷേപ്പ് ഒന്നുമില്ല. നമുക്ക് ഷേപ്പ് എന്തുവാടി? പിന്നെ നിങ്ങൾ ഇവരുടെ പത്തിരി ഉണ്ട് പാസ്ത ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി ഡാൻസ് കണ്ട് പഠിക്കാൻ പറ്റും അതിനകത്ത്. അതെ, നമ്മുടെ മെയിൻ ഡാൻസർ വിക്രം ഇപ്പൊ വരുന്നതായിരിക്കും. നല്ലൊരു സ്ലോ മോഷനിൽ വരണേ. ബ്യൂട്ടി കോൺഷ്യസ് ആയ ഡാൻസ് മാസ്റ്റർ എന്ത് ചെയ്യാന്? നമ്മളെക്കാളും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതെ, എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഗൈസ് ഞങ്ങളുടെ മൈദദോശ. പുള്ളിയുടെ വിചാരം എന്റെ കയ്യിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ എന്നാ. അതാണ് എനിക്ക് മാത്രം വിളിക്കുന്നത്. അതാണ് ആദ്യം മാത്രം വിളിക്കുന്നത്. ഗൈസ് ഞങ്ങൾ ഇത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇടാൻ പോവാ. തക്കട് നമ്മളെങ്ങോട്ടാ പോണേ? നമ്മൾ ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ പോവാണ് കേട്ടോ. ഭയങ്കര ചീപ്പായിട്ട് അവിടെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ എത്ര 2 യൂറോ ഉള്ളൂ. എടി ആ റെഡ് എന്താ വല 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 പോലെ കാണുന്ന സാധനം എന്തുവാ? സാധനം മേടിക്കുന്ന സ്റ്റോറില്ലേ? അപ്പം ഗൈസ് ഞങ്ങൾ ഏതോ ഒരു കടയിൽ കയറിയിട്ട് വായി നോക്കി നിൽക്കുകയാണ്. അവരുടെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ചിലപ്പോൾ ഡിലീറ്റ് ആക്കാൻ പറയും വീഡിയോ ഒക്കെ. ആണോ? ഡാറ്റ ഷൂട്ട്സിന്റെ പ്രോബ്ലം കാരണം നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാളെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി. നിനക്ക് എത്രയാ? 4 യൂറോ എങ്ങാണ്ടേ ഉള്ളൂ. ഇതെടുക്കുന്നേ? ഒന്ന് കണ്ണാടി കാണിച്ചേ, വെച്ച് കാണിച്ചേ. ഇത് അടിപൊളിയായിട്ടുണ്ട്. എത്ര അടി അതിന്? ഓ ഇതാണ് ഗൈസ് ഇവർ രണ്ടുപേരുടെ അടുത്ത സാധനം. എനിക്ക് വേണമെങ്കിൽ കിഡ്സിൻ്റെ സെക്ഷനിൽ പോകേണ്ടി വരും. എല്ലാം വലിയ സൈസാണ്. എന്താ സാധനമാ? എനിക്കിങ്ങനെ ഉടുപ്പ് തന്നെടി. ചെറു എനിക്ക് പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതാ ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോവാണ് ഗൈസ്. ഇല്ല അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങൾ എടുത്തത് ഡ്രസ്. അപ്പൊ ഇതാണ് ഗൈസ് ഞാൻ മേടിക്കാൻ പോകുന്ന ഡ്രസ്. നല്ല രസമുണ്ട്. ഭയങ്കര ഇഷ്ടമായി. പടപ്പിന് ആരെങ്കിലും അല്ലാണ്ടൊക്കെ പച്ചെടുക്കാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ഞങ്ങൾ നല്ല ഫുഡ് കിട്ടുന്നതാണ് വിശ്വസിക്കുന്നത്. നല്ല റിവ്യൂ ഒക്കെ ഉണ്ടല്ലേ? 4.8. ഞങ്ങളും കഴിച്ചിട്ട് നല്ല റിവ്യൂ പറയാം. ലോട്ടസ് റെസ്റ്റോറന്റ് ആണ് ഇവിടെ ക്രഫൽഡിലുള്ളത്. അതെ, ക്രഫൽഡിലുള്ള ലോട്ടസ് റെസ്റ്റോറന്റിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാന്ന് റിവ്യൂ പറയാം. അതെ, അപ്പൊ ഗൈസ് ഞങ്ങളിത് അവിടെ എത്തിയത് ഫുഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ ഇവിടെ ഉള്ള? മന്തി ഉണ്ടോ? മന്തി ഉണ്ടെങ്കിൽ നോക്കായിരുന്നു. നമ്മൾ എന്തൊക്കെയാ ഓർഡർ ചെയ്യാൻ പോണേ ഗൈസ്? നാല് തന്തൂരി ചിക്കൻ, ഡ്രൈ ചില്ലി ചിക്കൻ, എല്ലാം ഒരുപോലെയല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട് ഗൈസ്. അതെ, ഇവിടെ ചേട്ടൻ കുറച്ച് പഞ്ചാരയാണ് ഗൈസ്. അതുകൊണ്ട് തക്കുടിന് കുറച്ച് കൂടുതൽ പഞ്ചാര കൊടുത്തു. ഗൈസ് ഞാൻ ക്യാപ്പിച്ചിനോ ആണ് കുടിക്കുന്നത്. പക്ഷെ ഭയങ്കര ഊള ക്യാപ്പിച്ചിനോ ആണ്. ഞാൻ തന്നെ ഉണ്ടാക്കി. എല്ലാം ഞാൻ തന്നെ. ഇവിടെ ക്യാപ്പിച്ചിനോ പറഞ്ഞിട്ട് അവർ കപ്പിൽ കുറച്ച് എന്താ കൊണ്ടു തന്നെ
അറിയില്ല. കാപ്പിപ്പൊടി കലക്കിയിട്ട് കൊണ്ട് കൊടുക്കണം. പാല് നമ്മൾ ഒഴിക്കണം, പഞ്ചസാര നമ്മൾ ഒഴിക്കണം. എനിക്ക് തോന്നുന്നു പച്ചവെള്ളം കപ്പിലാക്കി കൊണ്ട് കൊടുത്തു. കാപ്പിപ്പൊടി അവൾ ഒഴിച്ചു, പാലും അവൾ ഒഴിച്ചു, പഞ്ചസാര അവൾ ഒഴിച്ചു. അതുപോലെ ഇവിടെ ഒരു കഥനക്കഥയുണ്ട്. ഒരു ഓറഞ്ച് ജ്യൂസ് ഒരാൾ ഓർഡർ ചെയ്തു. ആ വീഡിയോ എടുക്കുന്ന വ്യക്തിയാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് കുറച്ച് ചീത്ത ഓറഞ്ചാണ്. അപ്പോൾ ഞങ്ങളുടെ റിവ്യൂ കുറച്ച് കുറവാണ് ഇപ്പോൾ. ഇനി ഫുഡ് നോക്കിയിട്ട് പറയാം. പിന്നെ ഇതിപ്പോൾ ലോട്ടസ് റെസ്റ്റോറൻ്റ് അല്ല, പേര് മാറ്റി. അത് മറന്നുപോയി. അതെ അതെ, ഡാറ്റ ഷൂട്ട്സിന്റെ പേരിൽ നമ്മൾ ഇറക്കി വിടും. മതി. ഇനിയിപ്പോൾ നമ്മൾ പുറത്താക്കും. പേരെന്താ? ഇതിന്റെ പേര് എന്തൊരു സാപ്സി, എന്താ സാപ്സി എന്ന് എനിക്കറിയില്ല. പേര് ഞാനും മറന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫുഡ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത ഫുഡ്. കാണാനുള്ളൊരു ഗുമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമായിരുന്നു. ഇതിവരുടെ എന്തോ ഇറാനി ഫുഡാണ്. അവർ നല്ലതായിരിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ, പിന്നെ ചിക്കൻ ബിരിയാണി, ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബട്ടർ ചിക്കൻ ആണെങ്കിൽ എൻ്റെ ദൈവമേ എന്തൊരു മധുരമായിരുന്നു. ശരിക്കും ഒരു നമ്മൾ ഈ ഡെസേർട്ടൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ബട്ടർ ചിക്കൻ കഴിച്ചപ്പോൾ തോന്നിയത്. കാരണം അത്ര മധുരമായിരുന്നു, നമുക്ക് കഴിക്കാൻ പോലും പറ്റില്ല. എനിക്ക് തോന്നുന്നു ബട്ടർ നാനും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഒരു വട്ടവേ അത് കഴിച്ചുള്ളൂ, അപ്പോഴേക്കും മതിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി കഴിച്ചു. ബിരിയാണി ആണെങ്കിലോ ഇതുപോലൊരു ബിരിയാണി ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല, സത്യം പറയാലോ. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇതിന് മുന്നേയും ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇതുപോലെ ഇന്ത്യൻ ഫുഡ് ഇത്ര മോശമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ബാക്കിയായ ഫുഡൊക്കെ പാർസലാക്കി കൊണ്ടുപോകുന്നുണ്ട്. കഴിക്കുമല്ലോന്ന് അറിയില്ല, കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല. ഇന്ന് വീട്ടിൽ വരുന്ന 2 അതിഥികൾക്ക് നമ്മൾ കൊടുക്കും. അതെ, എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ എന്താന്ന് നോക്കട്ടെ. ബട്ടർ ഞാനാന്ന് പറഞ്ഞിട്ട് ഡെസേർട്ടോ ഇതിലാണ് നമ്മുടെ ഈ ഇതില്ലേ അടയുടെ നടുക്ക് ഞാൻ ഒരു പീസ് ഞാൻ എടുത്തിട്ട് ഇതിങ്ങനെ മുക്കി വായിക്കാത്ത വെച്ചപ്പോ ഇതിനെ അട കഴിക്കുന്ന നടുക്ക് മധുരമൊക്കെ ആയിട്ട്. സത്യം, മധുരം എന്ന് പറഞ്ഞ ജിലേബി കഴിക്കില്ലേ, ജിലേബിയുടെ ബിരിയാണി. എനിക്കത് മാഗീന്റെ മസാല ഇട്ട് ഉണ്ടാക്കിയ പോലെ. ഈ ബിരിയാണി പോലും നമ്മുടെ നാട്ടിലെ ബിരിയാണി പറഞ്ഞ അതിന് അടിപൊളിയായിട്ട് സാധനം ഉണ്ടായിരുന്നു. അതിന്റെ മേലെ വെച്ച നാരങ്ങയുടെ പീസ്. ഇത്രയും വൃത്തിയായിട്ട് ഇന്ത്യൻ ഫുഡ് ഞാൻ അവിടെ കഴിക്കും. ഇതിന് മുന്നേ പോയിട്ടുണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ, പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. അതെവിടെയാ ലൊക്കേഷൻ പറ? അത് ഹാംബുർഗ് ബ്രമൻ ആ സ്ഥലത്താണ് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടേക്കാ കൂടുതൽ ഉള്ളത്, ഇവിടെ അധികം കുറവാ. ഞങ്ങളിത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് ഗൈസ്. വീണ്ടും വഴിയിൽ നിന്ന് ഒരാളെ കിട്ടി. എല്ലാ വീഡിയോയുടെ ഇടയ്ക്കുണ്ടല്ലോ. പച്ച ഫ്ലാഗ് അല്ലേ, വർക്ക് ചെയ്യുമ്പോഴുള്ള ഡ്രസ്സാണ്. ഗ്രീൻ ഫ്ലാഗ് ആയതുകൊണ്ടാ. ഗ്രീൻ ഫ്ലാഗ് ആയതുകൊണ്ട് ഗ്രീൻ ഡ്രസ് ഇടുന്നത്. പാർക്കാ? മൈജിയോ? എന്താ തക്കുടു നീ കാണിക്കുന്നേ കുഞ്ഞു പിള്ളേരെ പോലെ? അതൊക്കെ ഓൺ ചെയ്ത് കളിക്ക. അങ്ങനെ ഇന്നത്തെ തെണ്ടിത്തിരിൽ കഴിഞ്ഞു. നടന്നു പോയി KSRTC തക്കുടു എടി. അപ്പം ഞങ്ങളിതാ ഈ ഓടി പോകാനുള്ള കാരണം ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ തുടരും മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടാണ് ഇനി പോകുന്നത്. അർജു വീഡിയോ ഞങ്ങളിവിടെ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ഏത് സിനിമയാണ്? തുടരും. തുടർന്നുകൊണ്ടേയിരിക്കും.
റിവ്യൂ എടുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? പറയുമ്പോ എടുക്കണ ഒരു തവണ എൻ്റെ റിവ്യൂ പറഞ്ഞത് ഒന്നും കൂടെ നോക്ക്മാൽ വിറ്റ് തെറിയെല്ലാം വിളിച്ച് അതായത് ഇപ്പുറത്തെ ചേച്ചിയുടെ അടുത്ത് തെറിയെല്ലാം വിളിച്ച് പോലീസുകാർ എനിക്ക് സ്പോയിലർ ഒന്നും പറയല്ലേ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മികച്ച നല്ലൊരു സിനിമ. അത്രേ ഉള്ളോ? വേറെ നിനക്കും പറ. മൂഡ് പോയി ആ ടൈപ്പ് നിൽക്കുന്നു. ക്യാമറ എടാ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഇനി നിന്റെ റിവ്യൂ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. 16 യൂറോ വെറുതെ. എല്ലാവരും കണ്ട് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞതാ. നമ്മളും കൂടെ പറയണ്ടേ? അതെ, അടിപൊളി പടം. ഓക്കെ.